ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ അജയന്റെ രണ്ടാം മോഷണം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി ഈ വർഷത്തിലെ ഏറ്റവും വലിയ സിനിമ. അങ്ങനെ ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ തിരുവോണ ദിവസം തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ 4-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, 4 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ARM എന്ന 3D 2D ഉൾപ്പെടെയുള്ള ഫോർമാറ്റുകളിൽ പാൻ ഇന്ത്യൻ റിലീസായിട്ട് എത്തിയ 30 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ടൊവിനോ ചിത്രത്തിന് വളരെ മികച്ച ദിവസമായിട്ട് ഇന്ന് ഞായറാഴ്ച മാറിയിരിക്കുകയാണ്. ഇന്നലെ സമയം 2 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 2,13,00,000 മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഉത്രാട ദിവസമായി ഇന്നലെ 4 കോടി ടച്ച് ചെയ്യാനാവാതെ പോയ സിനിമയ്ക്ക് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ തിരുവോണ ദിവസം 4 കോടി ടച്ച് ചെയ്യാൻ കഴിയുമെന്നാണ് നിലവിൽ നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ ശരിവയ്ക്കുകയാണെങ്കിൽ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 9,25,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 13-14 കോടി റേഞ്ചിലേക്ക് കേരള ഗ്രോസ് കളക്ഷൻ എത്തുന്നതാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ വളരെ മികച്ചൊരു തുടക്കം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ അജയന്റെ രണ്ടാം മോഷണം നേടിയെടുത്തിരിക്കുകയാണ്. വൻ താരനിര ഭാഗമായ ഈ മലയാളം സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്നത്തോടെ 4 ദിവസങ്ങൾ കൊണ്ട് 2 കോടിയിലേറെ ഗ്രോസ് കളക്ഷനും നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ടൊവിനോയുടെ 50ാമത്തെ സിനിമയായിട്ട് പാൻ ഇന്ത്യൻ പ്രൊമോഷനോട് തിയേറ്ററുകളിലേക്ക് എത്തിയ ARM അങ്ങനെ വെറും 4 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം 15 കോടി ഗ്രോസ് കളക്ഷൻ പിന്നിടുകയാണ്. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 10 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ഒരൊറ്റ ദിവസം മാത്രം പ്രതീക്ഷിച്ചു. എന്നാൽ വന്നത് 9 കോടിയോളം രൂപയായിരുന്നു. ഇന്ന് തിരുവോണ ദിവസം സിനിമയ്ക്ക് 10 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 33-35 കോടി റേഞ്ചിൽ വെറും 4 ദിവസങ്ങൾ കൊണ്ട് ARM വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. അങ്ങനെ ലിസ്റ്റൺ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച 30 കോടി പടം 30 കോടി വേൾഡ് വൈഡ് ഗ്രോസും പിന്നിടുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്.